എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. 10th ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെ വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നിങ്ങൾ PSCയിൽ തുടക്കക്കാരാണെങ്കിൽ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണമെന്ന് അറിയാത്ത കൺഫ്യൂഷനിലാണെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരു ലൈവ് ക്ലാസ് ബാച്ച് ഉണ്ട്. വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് മാത്രമേ ഈടാക്കുന്നുള്ളൂ. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിന്റെ എത്രാമത് ഉച്ചകോടിയാണ് 2024 ഒക്ടോബറിൽ നടന്നത്? വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിന്റെ എത്രാമത് ഉച്ചകോടിയാണ് 2024 ഒക്ടോബറിൽ നടന്നത്? 16ാമത്തെ ഉച്ചകോടി. ഒക്ടോബർ 22 മുതൽ 24 വരെ എവിടെയായിരുന്നു നടന്നത്? കസാനിലായിരുന്നു നടന്നത്. റഷ്യയിലെ കസാനിലായിരുന്നു ഈ ഒരു ഉച്ചകോടി നടന്നത്. 2009 ബ്രിക്കിന്റെ രൂപവൽക്കരണം നടന്നത്. ആദ്യകാലത്ത് ഇതിലുണ്ടായിരുന്ന രാജ്യങ്ങൾ BRIC ബ്രിക്, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളായിരുന്നു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. തുടർന്ന് സൗത്ത് ആഫ്രിക്ക ഇതിൽ അംഗമാവുകയുണ്ടായി. അങ്ങനെ അത് ബ്രിക്സ് ആയി മാറി. ബ്രിക്സ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. വായിക്കാം. 2024 ഒക്ടോബർ 22 മുതൽ 24 വരെ റഷ്യൻ നഗരമായ കസാനിലായിരുന്നു ഉച്ചകോടി. ആഗോള വികസനത്തിനും സുരക്ഷയ്ക്കുമായി ബഹുമുഖവാദം ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ഇത്തവണത്തെ പ്രമേയം. ആഗോള വികസനത്തിനും സുരക്ഷയ്ക്കുമായി ബഹുമുഖവാദം ശക്തിപ്പെടുത്തുക. 36 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. 2009 ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് ബ്രിക് കൂട്ടായ്മ തുടങ്ങിയത്. 2010 ദക്ഷിണാഫ്രിക്ക കൂടി ചേർന്നതോടെ പേര് ബ്രിക്സ് ആയി. പിന്നീട് ഇറാൻ, ഈജിപ്ത്, എത്യോപ്യ, UAE, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളും അംഗത്വം നേടി. 17ാമത് ഉച്ചകോടി ബ്രസീലിൽ നടക്കും. 17ാമത് ഉച്ചകോടി എവിടെയാണ്? ബ്രസീലിലാണ് നടക്കുന്നത്. പ്രവർത്തനം ആരംഭിച്ച റവന്യൂ രജിസ്ട്രേഷൻ സർവേ വിഭാഗങ്ങളുടെ സംയോജിത ഡിജിറ്റൽ പോർട്ടൽ ഏത്? അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ച റവന്യൂ രജിസ്ട്രേഷൻ സർവേ വിഭാഗങ്ങളുടെ സംയോജിത ഡിജിറ്റൽ പോർട്ടൽ ഏതാണ്? എന്റെ ഭൂമി. ഭൂമി കൈമാറ്റം, ഭൂമി രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ടെംപ്ലേറ്റ് സംവിധാനം, ലൊക്കേഷൻ സ്കെച്ച്, ബാധ്യതാ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സേവനങ്ങൾ ഒറ്റ പോർട്ടലിലൂടെ ലഭ്യമാക്കിയാണ് ലക്ഷ്യം. എന്താണ് എന്റെ ഭൂമി പോർട്ടലിന്റെ ലക്ഷ്യം? എന്താണ്? ഭൂമി കൈമാറ്റം, ഭൂമി രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ടെംപ്ലേറ്റ് സംവിധാനം, ലൊക്കേഷൻ സ്കെച്ച്, ബാധ്യതാ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സേവനങ്ങൾ ഒറ്റ പോർട്ടലിലൂടെ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ ഗ്രാമം കാസർഗോഡ് ജില്ലയിലെ ഉജാർ ഉളുവാർ ആണ്. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യ ഗ്രാമം എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ ഉജാർ ഉളുവാർ ഗ്രാമമാണ്. പോർട്ടലിൽ ഉജാർ ഉളുവാർ വില്ലേജിനെ കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാണ്. ഡിജിറ്റൽ സർവേ പൂർത്തിയായ സംസ്ഥാനത്തെ 212 വില്ലേജുകളിലും 3 മാസത്തിനകം സേവനം ലഭിക്കും. അടുത്തത്, ദേശീയ വനിതാ കമ്മീഷന്റെ പുതിയ അധ്യക്ഷ ആര്? ദേശീയ വനിതാ കമ്മീഷന്റെ പുതിയ അധ്യക്ഷയാണ് വിജയ കിഷോർ രഹത്കർ. 9ാമത്തെ അധ്യക്ഷയാണ്. കമ്മീഷന്റെ 9ാമത്തെ അധ്യക്ഷയാണ് വിജയ കിഷോർ രഹത്കർ. മുൻപത്തെ അധ്യക്ഷ ആരായിരുന്നു? രേഖാ ശർമ്മയായിരുന്നു മുൻപുണ്ടായിരുന്ന അധ്യക്ഷൻ. വിജയ കിഷോർ രഹത്കർ മഹാരാഷ്ട്രക്കാരിയാണ്. മഹാരാഷ്ട്ര. കമ്മീഷന്റെ 9ാമത്തെ അധ്യക്ഷയാണ് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിൽ നിന്നുള്ള രഹത്കർ. രേഖാ ശർമ്മയുടെ പിൻഗാമിയായാണ് നിയമനം. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായ യുവതീ-യുവാക്കളെ ഉൾപ്പെടുത്തി സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച കലാസംഘത്തിന്റെ പേര് എന്ത്? സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായ യുവതീ-യുവാക്കളെ ഉൾപ്പെടുത്തി സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച കലാസംഘത്തിന്റെ പേരാണ് റിഥം. 18നും 40നും ഇടയിൽ പ്രായമുള്ള 30 പേരടങ്ങുന്ന സംഘത്തിന്റെ കലാപരിപാടിയുടെ ആദ്യ അവതരണം ഒക്ടോബർ 23 തിരുവനന്തപുരത്ത് നടന്നു. രാജ്യവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അടുത്തിടെ പുറപ്പെടുവിച്ച ഉത്തരവ് എന്താണ്? രാജ്യത്തെ ജയിലുകളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അടുത്തിടെ പുറപ്പെടുവിച്ച ഉത്തരവ് എന്താണ്? ജയിലുകളിൽ ജാതി അടിസ്ഥാനമാക്കി തൊഴിൽ ചെയ്യിക്കുന്നത് നിർത്തലാക്കുക,
ജയിൽ രജിസ്റ്ററിലെ ജാതിക്കോളം ഒഴിവാക്കുക. ജയിലുകളിൽ ജാതി അടിസ്ഥാനമാക്കി തൊഴിൽ ചെയ്യിക്കുന്നത് നിർത്തലാക്കുക. ജയിൽ രജിസ്റ്ററിലെ ജാതിക്കോളം ഒഴിവാക്കുക. തൂപ്പുജോലി പോലുള്ളവ പിന്നാക്കക്കാർക്കും പാചകം പോലുള്ളവ ഉയർന്ന ജാതിക്കാർക്കും നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും സുപ്രീം കോടതി വിധിച്ചു. കണ്ണുകൾ മൂടിക്കെട്ടാത്ത വിധത്തിലുള്ള നീതിദേവതയുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് എവിടെ? കണ്ണുകൾ മൂടിക്കെട്ടാത്ത വിധത്തിലുള്ള നീതിദേവതയുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? സുപ്രീം കോടതി ജഡ്ജിമാരുടെ ലൈബ്രറി. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ലൈബ്രറിയിൽ. കണ്ണുകൾ തുറന്ന് ഇടത് കൈയിൽ വാളിന് പകരം ഭരണഘടന ഏന്തിയതാണ് പുതിയ നീതിദേവതയുടെ പ്രതിമ. കണ്ണുകൾ തുറന്ന നിലയിൽ ഇടത് കൈയിൽ വാളിന് പകരം എന്താണ്? ഭരണഘടന ഏന്തിയതാണ് പുതിയ നീതിദേവതയുടെ പ്രതിമ. വലതു കൈയിലെ തുലാസിന് മാറ്റമില്ല. രാജ്യത്തെ നിയമത്തിന് അന്ധതയില്ല എന്ന സന്ദേശമാണ് നീതിദേവതയുടെ കണ്ണുകൾ തുറന്നു വയ്ക്കുന്നതിലൂടെ ഉദ്ദേശിച്ചത്. എന്താണ് നീതിദേവതയുടെ കണ്ണുകൾ തുറന്നു വയ്ക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്? രാജ്യത്തെ നിയമത്തിന് അന്ധതയില്ല, രാജ്യത്തെ നിയമത്തിന് അന്ധതയില്ല എന്ന സന്ദേശമാണ് നീതിദേവതയുടെ കണ്ണുകൾ തുറന്നു വയ്ക്കുന്നതിലൂടെ ഉദ്ദേശിച്ചത്. ബ്രിട്ടീഷ് ഭരണകാലത്തെ നിയമങ്ങളിൽ സർക്കാർ നടപ്പാക്കുന്ന കാലോചിത പരിഷ്കാരത്തിന്റെ ഭാഗമായാണ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡിന്റെ നിർദ്ദേശപ്രകാരം നീതിദേവതയെ പുനരവതരിപ്പിച്ചത്. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.